ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്. ടീച്ചിങ് എക്സാംസുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും സിലബസിൽ വളരെ കണ്ടുപരിചയിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഗൈഡൻസ് എന്താണെന്നും കൗൺസിലിംഗ് എന്താണെന്നും നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം, അല്ലെ? നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക്, അതല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് എങ്ങനെ കൊടുക്കണം, ഏതൊക്കെ തരത്തിലുള്ള ഗൈഡൻസ് ആണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഈ ഗൈഡൻസും കൗൺസിലിംഗും ഒന്ന് തന്നെയാണോ, രണ്ടും ഒരേ ഉപകാരങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ടീച്ചിങ് എക്സാംസിന്റെ സിലബസിൽ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്നുള്ളൊരു ടോപ്പിക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് ഗൈഡൻസ് എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗൈഡൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇനി എന്താണ് കൗൺസിലിംഗ്, ഇത് രണ്ടും സെയിം തന്നെയാണോ, ഏതൊക്കെ തരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. മാർഗദർശനം അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ പ്രശ്ന പരിഹാരത്തിന് വഴി കണ്ടെത്താൻ വ്യക്തിയെ സഹായിക്കുന്ന പ്രക്രിയ, അല്ലെ? നമ്മൾ പണ്ട് ബാലരമയും ബാലഭൂമിയും അതല്ലെങ്കിൽ കളിക്കുടയ്ക്കും ഒക്കെ വായിച്ച് ശീലിച്ചിട്ടുള്ള ആളുകളാണ്, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് മോട്ടുമുയിൽ. അപ്പൊ മോട്ടുമുയിലിന് വഴി കാണിക്കാനായിട്ട് ഒരു പങ്ക്തി ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിങ്ങനെ വളരെ കൃത്യമായിട്ട് ഓരോരോ വഴികളിൽ കൂടെ എന്ത് ചെയ്യുന്നു, മോട്ടുമുയിലിനെ കൃത്യസ്ഥാനത്ത് എത്തിക്കാറുണ്ട്. അതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെ മാർഗദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിക്ക്, അതല്ലെങ്കിൽ നമ്മളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കേണ്ടത്, ആ പരിഹാരം കണ്ടെത്താനായിട്ട് വ്യക്തിയെ സഹായിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഗൈഡൻസ് എന്ന് പറയുന്നത് നമ്മളെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ആ പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ അനുഭവമുള്ള ഒരു വ്യക്തിക്ക്, അതല്ലെങ്കിൽ അറിവുള്ള വ്യക്തിക്ക് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഗൈഡൻസ് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി മാർഗദർശനത്തിന്റെ ആവശ്യം എന്തൊക്കെയാണ്, അല്ലെ? മാർഗദർശനം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പരിഹാര വഴി കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് നമുക്ക് ആളുകൾക്ക്, അതല്ലെങ്കിൽ നമുക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് മാർഗദർശനം കൊടുക്കാം? വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾ, തൊഴിൽപരമായ ആവശ്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ. ഇങ്ങനെ 3 ആവശ്യങ്ങൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, മാർഗദർശനം കൊടുക്കുന്നത്. ഇവിടെ ഒന്നാമത്തേത് വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ നീഡ്സ് എന്ന് പറയും. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം വിദ്യാഭ്യാസത്തിൽ തന്നെ എന്താണ്, ധാരാളം അവസരങ്ങളുണ്ട്, അല്ലെ? ഏത് കോഴ്സ് എടുത്താണ് നമ്മൾ പഠിക്കേണ്ടത്? ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും പലതരത്തിലുള്ള കഴിവുകളും അഭിരുചികളും ഒക്കെയാണുള്ളത്. അവരുടെ താല്പര്യങ്ങളും എന്ത് തന്നെയായിരിക്കും, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉള്ളത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഒരേ കോഴ്സ് എടുത്ത് പഠിക്കാൻ പറയുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ ഈ അവസരങ്ങളിൽ നിന്നും ഏതാണ് ഞാൻ തെരഞ്ഞെടുക്കേണ്ടത്, അല്ലെ? എന്റെ കഴിവ് എന്താണ്, എന്റെ അഭിരുചി എന്താണ്, ഇവിടെ ഏത് കോഴ്സ് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഞാൻ സക്സസ് ആവും, അല്ലെങ്കിൽ എന്റെ കഴിവുകൾ എനിക്ക് എവിടെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ളത് ചിലപ്പോൾ ആർക്ക് തെരഞ്ഞെടുക്കാൻ പറ്റില്ല, ശരിക്കും കുട്ടികൾക്ക് ശരിയായ രീതിയിൽ തെരഞ്ഞെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അവിടെയാണ് ഒരു അധ്യാപകന്റെ റോള് വരുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളുടെ കഴിവുകൾ എന്താണ്, കഴിവുകേടുകൾ എന്താണ് എന്ന് നമുക്കറിയാം. അപ്പൊ അവരുടെ ആ കഴിവുകൾ പരിഗണിച്ചുകൊണ്ട്, അവരുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, മക്കളെ നീ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നീ വിജയിക്കും, നിനക്ക് നല്ലപോലെ പാടാനുള്ള കഴിവുണ്ട്, സോ നീ എന്ത് ചെയ്യണം, നീ ഇങ്ങനെ ഒരു കോഴ്സ് തെരഞ്ഞെടുക്കണം, ഈ ഒരു കോഴ്സിന് ധാരാളം സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, അധ്യാപകന് ആ കുട്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു മാർഗദർശനം കൊടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾ, വൊക്കേഷണൽ നീഡ്സ് എന്നുള്ളത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ ഉള്ളതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും എന്തുണ്ട്, ധാരാളം അവസരങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അപ്പൊ നമ്മൾ പഠിച്ച കോഴ്സ് അനുസരിച്ച് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്ന തൊഴിൽ, വൊക്കേഷൻ ഏതാണ്? ഇപ്പൊ ഞാൻ പഠിച്ചതൊന്ന്, ഞാൻ ചെയ്യുന്ന ജോലി വേറെ ഒന്നാകുമ്പോൾ അവിടെ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിച്ചു, എന്റെ കഴിവ് ഇന്നതൊക്കെയാണ്, എനിക്ക് എത്രത്തോളം മാർക്കാണ് മേടിക്കാൻ പറ്റിയത്, ഇനി ഏത് തൊഴിലെടുത്താലാണ്, അല്ലെങ്കിൽ ഏത് തൊഴിൽ മേഖലയിലാണ് എന്റെ കഴിവുകൾ എനിക്ക് നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നത്, അത് ചിലപ്പോൾ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ഇത്തരത്തിലുള്ള ഒരു മാർഗദർശനം അവിടെ കൊടുക്കാം, അല്ലെ?
ഇനി മൂന്നാമത്തേതാണ് വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ധാരാളം പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ മാരേജ് ലൈഫുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇത്തരത്തിലുള്ള ഗൈഡൻസ് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ അനുഭവവും അറിവും അതേപോലെ തന്നെ നിപുണതയുമുള്ള വ്യക്തിക്കാണ് ശരിയായ രീതിയിലുള്ള മാർഗദർശനം കൊടുക്കാൻ പറ്റുന്നത്. നാട്ടിൽ കാണുന്ന എല്ലാവരും മാർഗദർശനം കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താവണമെന്നില്ല, നമ്മൾ വിചാരിച്ച ഒരു ലക്ഷ്യത്തിലോട്ട് എത്തണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു മാർഗദർശനം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടായിരിക്കണം? നമുക്ക് ആ ഒരു തൊഴിലിനെ പറ്റി, അതിന്റെ സാഹചര്യങ്ങളെ പറ്റി, അതല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ ഒരു കോഴ്സിനെ പറ്റി, അതിന്റെ സാധ്യതകളെ പറ്റി, ഏതൊക്കെ തരത്തിലുള്ള കൂട്ടുകാർ ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ സക്സസ് ആവും എന്നുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഏതൊരു വ്യക്തിക്കും ഇവിടെ എന്ത് കൊടുക്കാം? മാർഗദർശനം കൊടുക്കാം, അല്ലെ? നമുക്ക് പരിചയമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ വഴിയിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും? ചേട്ടാ, ഇന്ന സ്ഥലത്തേക്കുള്ള വഴി എവിടെയാണ്? അതൊരു മാർഗദർശനമാണ്, അല്ലെ? അപ്പൊ ആ സ്ഥലം അറിയുന്ന വ്യക്തി നമുക്ക് എന്ത് തരുന്നുണ്ട്? ആ സ്ഥലത്തേക്ക് എത്താനായിട്ടുള്ള വഴി പറഞ്ഞു തരും. ഇതേപോലെ തന്നെയാണ് ഒരു മാർഗദർശകന്റെ റോളും എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് നല്ലപോലെ വഴി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. അതേസമയം തന്നെ നമുക്ക് വഴി പറഞ്ഞു തന്ന ആൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ടും പറ്റില്ല. അപ്പോ 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് മാർഗദർശനവുമായി ബന്ധപ്പെട്ട് വരുന്നത്. വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾ, തൊഴിൽപരമായ ആവശ്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ. ഇനി എന്താണ് പ്രബോധനം? നമ്മൾ പറഞ്ഞു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാലും ഗൈഡൻസ് എന്ന് പറഞ്ഞാലും ഇത് രണ്ടും ഒന്നല്ല, രണ്ടും വേറെ വേറെ കോൺസെപ്റ്റുകളാണ്. ഇനി എന്താണ് ഈ പ്രബോധനം? പ്രയാസം അനുഭവപ്പെടുന്ന വ്യക്തിക്ക് ഒരു വിദഗ്ധൻ നൽകുന്ന ശാസ്ത്രീയമായ സഹായ പ്രക്രിയ, അതാണ് അതിന്റെ വ്യത്യാസം. വിദഗ്ധനായിരിക്കണം നൽകുന്നത്, അതിനോടൊപ്പം തന്നെ എന്തായിരിക്കണം? സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും ഈ ഒരു കൗൺസിലിംഗിൽ കൂടെ വ്യക്തിക്ക് ലഭിക്കുന്നത്. മാർഗദർശനം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പ്രശ്നത്തിനെ പരിഹാരമായി കണ്ടെത്താൻ സഹായിക്കുന്നതാണ് നമ്മൾ മാർഗദർശനം എന്ന് പറഞ്ഞത്. പക്ഷെ പ്രബോധനം എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരാളല്ല. മറിച്ച് എന്താണ്? ഏത് വ്യക്തിക്കാണോ ആ ഒരു പ്രത്യേക സാഹചര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുള്ളത്, വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ത് കൊടുക്കേണ്ടത്? പ്രബോധനം നൽകേണ്ടത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ്? ശാസ്ത്രീയമായ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളാണ് പ്രബോധനം വഴി പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. ഇനി പ്രബോധനത്തിനെ തന്നെ നമുക്ക് 3 രീതിയിൽ കാണാനായിട്ട് പറ്റും. 3 രീതിയിലാണ് നമ്മൾ കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് നിയോഗരൂപ പ്രബോധനം, 2 നിയോഗരഹിത പ്രബോധനം, 3 സമ്മിശ്ര പ്രബോധനം. ഡയറക്റ്റീവ് കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്, എക്ലക്റ്റിക് കൗൺസിലിംഗ്. അപ്പൊ ഓരോന്നും അതുമായി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് പറയാം. നമുക്ക് എക്സാമിന് വരുന്ന ഒരു കാര്യമാണ് നിയോഗരൂപ പ്രബോധനം, ഡയറക്റ്റീവ് കൗൺസിലിംഗ്. പ്രബോധകനാണ് പ്രബോധക പ്രക്രിയയിൽ മുഖ്യസ്ഥാനം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രശ്നം അനുഭവിക്കുന്നു, അല്ലെ? ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ മാരേജ് ലൈഫ്, അതല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പ്രശ്നങ്ങള് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പരിഹരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എത്രയൊക്കെ ആലോചിച്ചിട്ടും എന്താണ് ഈ പ്രശ്നം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം എന്റെ കുടുംബത്ത് വന്നു, അതിനുള്ള പരിഹാരം എന്തായിരിക്കും എന്ന് നമുക്ക് കിട്ടാത്ത സാഹചര്യത്തില് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു വിദഗ്ധന്റെ അടുത്ത് പോയിട്ട് ഈ പ്രശ്നം അവതരിപ്പിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആണ്, അല്ലെങ്കിൽ നിയോഗരൂപ പ്രബോധനമാണെങ്കിൽ അവിടെ നമുക്ക് പരിഹാരം പറഞ്ഞു തരുന്ന ആ വ്യക്തിക്കായിരിക്കും കേന്ദ്രസ്ഥാനം. ആ പ്രബോധകൻ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത്, എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണോ നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളായിരിക്കും അനുസരിക്കുന്നത്. ഇതിനെ നമുക്ക് നിർദ്ദേശാത്മക പ്രബോധനം എന്നും വിളിക്കാം. പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തി അയാളുടെ പ്രശ്നം എന്താണെന്ന് മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? കൗൺസിലിംഗില് പറയുന്നുള്ളൂ, അല്ലെങ്കിൽ കൗൺസിലറോട് പറയുന്നത്. ബാക്കി തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആര് തന്നെയാണ്? പ്രബോധകനാണ്. കൗൺസിലർ എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ നമുക്ക് തരുന്നത് അതൊക്കെ നമ്മൾ അപ്പാടെ അനുസരിക്കാൻ ഈ ഒരു രീതിയിൽ ബാധ്യസ്ഥരാണ്. ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ നമുക്ക് ഇന്ന രീതിയിൽ കൂടെ പോകണമെന്നുള്ള സജഷൻസ് കൊടുക്കാനുള്ള അനുവാദമില്ല. പ്രബോധകൻ പറയുന്ന കാര്യങ്ങള് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു രീതിയുടെ മുഖ്യ വക്താവ് എന്ന് പറയുന്നത് E.G. വില്യംസൺ ആണ്.
നിയോഗരൂപ പ്രബോധനം. എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രബോധകൻ പറയും. അതിനനുസരിച്ച് പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തി ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. E.G. വില്യംസൺ ആണ് ഈ രീതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു ടൈപ്പാണ് നിയോഗരഹിത പ്രബോധനം, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിയോഗരൂപ പ്രബോധനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ. നിയോഗരൂപത്തിൽ നമ്മൾ എന്താ കണ്ടത്? പ്രബോധകൻ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് അത് അപ്പാടെ അനുസരിക്കുന്ന ഒരാളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല. പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തി അതല്ലെങ്കിൽ പ്രബോധനം സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഇവിടെ കേന്ദ്ര സ്ഥാനത്ത് വരുന്നത്. ഞാൻ എൻ്റെ ഒരു പ്രശ്നമായിട്ട് ചെല്ലുമ്പോൾ അവിടെ എനിക്കാണ് കേന്ദ്രസ്ഥാനം. ഞാനാണ് എന്ത് ചെയ്യുന്നത്? തീരുമാനങ്ങൾ എടുക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള സഹായം മാത്രമാണ് ആര് തരുന്നത്? ആ ഒരു കൗൺസിലർ എനിക്ക് തരുന്നത്. പ്രബോധനം സ്വീകരിക്കുന്ന വ്യക്തി പ്രബോധന പ്രക്രിയയിലും പ്രശ്ന പരിഹാരത്തിലും സജീവ പങ്കാളിത്തം വഹിക്കുന്നു അല്ലെ. ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു ടൈപ്പ് പറഞ്ഞു എന്താണോ കൗൺസിലർ പറയുന്നത് അത് അപ്പാടെ നമ്മൾ അനുസരിക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്തൊക്കെയാണോ നമ്മുടെ താല്പര്യങ്ങള്, ഏതൊക്കെയാണോ നമ്മുടെ താല്പര്യക്കുറവുകള്, ഇനി ഏതൊക്കെ രീതിയിൽ പോവാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് കൗൺസിലറോട് പറയാം. അതിനനുസരിച്ചിട്ടാണ് കൗൺസിലർ എന്ത് തരുന്നത്? നമുക്ക് സഹായം തരുന്നത്. ഓക്കെ, ഇവിടെ പ്രബോധനം സ്വീകരിക്കുന്ന വ്യക്തിയാണ് കേന്ദ്രസ്ഥാനത്ത് വരുന്നത്. നിയന്ത്രണ രഹിത പ്രബോധനം എന്ന രീതിയിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു രീതി കൊണ്ടുവന്നിട്ടുള്ളത് കാൾ റോജേഴ്സ് ആണ്. കാൾ റോജേഴ്സിനെ നമുക്കറിയാം, ഹ്യൂമനിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് കാൾ റോജേഴ്സ്. അപ്പൊ മനുഷ്യന് അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള കഴിവുണ്ട്, അവന്റെ ഏറ്റവും നല്ലത് തെരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നതാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. മാനവികതാവാദം, മനുഷ്യനാണ് കേന്ദ്രസ്ഥാനം. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ അനുസരിച്ച് തന്നെയാണ് കാൾ റോജേഴ്സ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് രീതി ആവിഷ്കരിച്ചിട്ടുള്ളത്. മൂന്നാമത്തേതാണ് സമ്മിശ്ര പ്രബോധനം, എക്ലെക്റ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രബോധകൻ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നു. ചില സാഹചര്യങ്ങളിൽ പ്രബോധനം സ്വീകരിക്കുന്ന വ്യക്തി, അതായത് പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. രണ്ട് രീതിയുടെയും ഒരു സമ്മിശ്രണം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നിയോഗരൂപ പ്രബോധനവും നിയോഗരഹിത പ്രബോധനവും മിക്സ് ആയിട്ടാണ് ഇവിടെ വരുന്നത് എക്ലെക്റ്റിക് കൗൺസിലിംഗില് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്താണോ സാഹചര്യം, ഏത് രീതിയിലുള്ള പ്രശ്നമാണോ ആ വ്യക്തി നേരിടുന്നത്, ആ വ്യക്തിയുടെ ഒരു സ്വഭാവം, കൗൺസിലിംഗിന്റെ ഒരു രീതി, ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എക്ലെക്റ്റിക് കൗൺസിലിംഗ് കൊടുക്കുന്നത്. രണ്ട് രീതിയുടെയും പോസിറ്റീവ് സൈഡ്സ് നമുക്ക് എവിടെ കാണാം? എക്ലെക്റ്റിക് കൗൺസിലിംഗിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് 3 തരത്തിലുള്ള കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റീവ് കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്, എക്ലെക്റ്റിക് കൗൺസിലിംഗ്. ഇവിടെ ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് E.G. വില്യംസൺ ആയിരുന്നു. നോൺ ഡയറക്റ്റീവിന്റെ കാൾ റോജേഴ്സ് ആണ്. അത് മറന്നു പോകരുത് കേട്ടോ. ഇനി വിവിധ തരത്തിലുള്ള കൗൺസിലിംഗുകൾ ഉണ്ട് അല്ലെ. വിവിധ തരത്തിലുള്ള കൗൺസിലിംഗ്, അതില് പ്രധാനമായിട്ട് വരുന്ന ഒരു 4 തരം നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ദുരന്ത പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ് ആണ്, ക്രൈസിസ് റിലീഫ് കൗൺസിലിംഗ്. 2 സുഖര കൗൺസിലിംഗ്, ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ്. 3 പ്രതിരോധ കൗൺസിലിംഗ്, പ്രിവെന്റീവ് കൗൺസിലിംഗ് ആണ്. 4ാമത്തേത് വികസന കൗൺസിലിംഗ്, ഡെവലപ്മെന്റ് കൗൺസിലിംഗ്. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും പ്രത്യേകതകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ഒന്നുമില്ല, ദുരന്ത പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ദുരന്തമോ അതല്ലെങ്കിൽ അതിന്റെ പ്രതിസന്ധികളോ നമ്മെ വേട്ടയാടുന്നുണ്ട്, നമുക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് തരുന്ന കൗൺസിലിംഗ് ആണ് ക്രൈസിസ് റിലീഫ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ദുരന്ത പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരുപാട് ആളുകൾക്ക് അവരുടെ ബന്ധുക്കളെയും അവരുടെ സ്വത്തുക്കളും അവരുടെ അതുവരെ അവർ അധ്വാനിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ അതെന്താണ്? അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു അത്. അപ്പൊ ആ ദുരന്തത്തിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല അല്ലെ. ഇത്രയും നാളും ഞാൻ പണിയെടുത്തത്, ഞാൻ അധ്വാനിച്ചത്, എന്റെ കുടുംബം, എന്റെ മക്കള്, ഇതൊന്നും എനിക്കില്ല, എനിക്കിനി ഒരു ജീവിതമില്ല എന്നുള്ള ഒരു തോട്ട് എന്താണ്? അത് ആ വ്യക്തിയെ നശിപ്പിക്കും. അപ്പൊ ആ ഒരു പ്രശ്നത്തിൽ നിന്നും ആ വ്യക്തിയെ നമുക്ക് കരകയറ്റണമെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഒരു ക്രൈസിസ് റിലീഫ് കൗൺസിലിംഗ് കൊടുക്കാം. ഓക്കെ, അപ്പോ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വ്യക്തിയെ സഹായിക്കുന്ന ഒരു കൗൺസിലിംഗ് ആണ് ദുരന്ത പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സുഖര കൗൺസിലിംഗ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത്
നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള എന്തൊക്കെയോ കാരണങ്ങൾ, അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് ശരിയാണെന്നോ ഒന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ അബദ്ധങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയി. അതെന്തുകൊണ്ടാണ്, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എങ്ങനെയായി പോയത് എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് കൊടുക്കുന്ന കൗൺസിലിംഗ് ആണ് സുഖര കൗൺസിലിംഗ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിക്കാം. ആസ് എ പാർട്ണർ എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, എനിക്ക് ഓക്കെയാണ്. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിനും അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ ഒരു ഡിസ്റ്റർബൻസസ് ഉണ്ട്. അത് രണ്ടും ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് നടത്താം, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അബദ്ധങ്ങൾ, അതല്ലെങ്കിൽ അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തിടത്തോളം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൗൺസിലറിന്റെ അടുത്ത് പോവാം, നമ്മുടെ പ്രശ്നങ്ങൾ പറയാം, നമുക്ക് ആ കാരണങ്ങൾ കണ്ടുപിടിക്കാം, ആ പ്രശ്നം അവിടെ പരിഹരിക്കാനായിട്ട് പറ്റും. അടുത്തതാണ് പ്രതിരോധ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്തിനൊക്കെയോ പ്രതിരോധിക്കാൻ വേണ്ടി കൊടുക്കുന്ന കൗൺസിലിംഗ് ആണ്. ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രിവെന്റീവ് കൗൺസിലിംഗുകൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഡോളസൻസ് ഏജ് പീരിയഡിൽ പെട്ട കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് വഴിതെറ്റാനായിട്ടുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ അവരുടെ ചുറ്റുപാടുമുണ്ട്, അല്ലെ? അവിടെ സബ്സ്റ്റൻസ് അബ്യൂസസ് വരുന്നുണ്ട്, ഡ്രഗ്സ്, ആൽക്കഹോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ വഴികളിൽ കൂടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോ അതിനോട് എങ്ങനെയാണ് കുട്ടികൾ പ്രിവെന്റ് ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? ഇവിടെ ഒരു പ്രശ്നം വന്നതിന് ശേഷമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് പരിഹാരം കാണുന്നത്, മറിച്ച് അങ്ങനെ ഒരു പ്രശ്നം വരുന്നതിന് മുന്നേ എങ്ങനെ കുട്ടികൾ പ്രതിരോധിക്കണം, അതിനു വേണ്ടി കൊടുക്കുന്ന കൗൺസിലിംഗ് ആണ് പ്രതിരോധ കൗൺസിലിംഗ്. അതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞത്, സ്കൂളുകളിൽ നമ്മൾ കൊടുക്കുന്ന സെക്സ് അവയർനെസ് കൗൺസിലിംഗുകൾ ഉണ്ട്. അതേപോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന കൗൺസിലിംഗുകളും ഉണ്ട്. അപ്പൊ പ്രതിരോധ കൗൺസിലിംഗ്, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് എന്നുള്ള ഒരു തത്വമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് വരുന്നതാണ് വികസന കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് അതെങ്ങനെ നടക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. ഇനിയിപ്പോ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചുറ്റുപാടുകളെയും അതേപോലെ തന്നെ അവന് ഇന്ന കഴിവുകളുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മൾ കൊടുക്കണം, അല്ലെ? ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തറിയില്ല, എന്റെ കഴിവുകൾ ഇന്നതൊക്കെയാണ്, എന്റെ കഴിവ് കുറവുകൾ ഇന്നതൊക്കെയാണ്, എനിക്ക് ഇത്തരത്തിലുള്ള അഭിരുചികളുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല, കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുന്നത് അധ്യാപകർക്കും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കൗൺസിലേഴ്സിനുമാണ്. അപ്പൊ മക്കളെ, നിനക്ക് ഇന്ന കഴിവുകളുണ്ട്, നീ ഇന്ന പോലെ വർക്ക് ചെയ്തോളോ, നീ ഇന്ന രീതിയിൽ പൊക്കോളോ, ഇന്ന രീതിയിൽ നീ പെരുമാറിക്കോളോ എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ കഴിവുകൾ ഒന്നും കൂടെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തില് ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി നടത്തുന്ന ഒരു കൗൺസിലിംഗ്, ഇവിടെ പ്രശ്നമല്ല വരുന്നത്, പ്രശ്നപരിഹാരമല്ല, മറിച്ച് എന്താണ്, ആ ഒരു കുട്ടിയുടെ സമഗ്ര രൂപത്തിലുള്ള വികസനം ഉറപ്പാക്കാൻ വേണ്ടി കൊടുക്കുന്ന കൗൺസിലിംഗ് ആണ് ഡെവലപ്മെന്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് 4 തരത്തിലുള്ള കൗൺസിലിംഗ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ അതിന്റെ സിറ്റുവേഷൻസ് വെച്ച് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തതാണ്, ഗൈഡൻസിനെ പറ്റിയിട്ടും കൗൺസിലിങ്ങിനെ പറ്റിയിട്ടും കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഷോർട്ട് ടേം എൻഗേജ്മെന്റ് ആണ്, ഒരു ഷോർട്ട് ടേം എൻഗേജ്മെന്റ് ആണ് ഗൈഡൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഇവിടെ നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് ഇല്ലെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് കൊടുക്കാം, ഗൈഡൻസ് കൊടുക്കാം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ നല്ല രീതിയിലുള്ള ഗൈഡൻസ് ആകണമെങ്കിൽ അതിനെന്ത് വേണം, അറിവ് വേണം, അനുഭവം വേണം, നിപുണത വേണം. ഇനി പ്രിവെന്റീവ് ആൻഡ് ഡെവലപ്മെന്റൽ, അല്ലെ? ഒരു കാര്യം സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു വാർണിംഗ് കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ പറ്റുന്നതാണ് ഗൈഡൻസ് എന്ന് പറയുന്നത്. പക്ഷെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താണ്, അത് ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ്. ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിന് മാത്രമാണ് എന്ത് കൊടുക്കാൻ പറ്റുന്നത്, കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. റെമഡിയൽ ആണ്, തെറാപ്പിറ്റിക് ആണ്. ഓക്കെ, അപ്പോ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ അവിടെ നമ്മൾ ഗൈഡൻസ് അല്ല സ്വീകരിക്കേണ്ടത്, എന്താണ് സ്വീകരിക്കേണ്ടത്, കൗൺസിലിംഗ് ആണ് സ്വീകരിക്കേണ്ടത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ നിർദ്ദേശങ്ങൾ കേട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ലൈഫ് സ്പോയിൽ ചെയ്യരുത്. ഉടനെ തന്നെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അറിവുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള നോളജ് ഉള്ള ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് തന്നെ പോയിട്ട് വേണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട്. അപ്പോൾ ടീം സൈലം കേഡറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതിനോടകം തന്നെ നിങ്ങൾ അടുത്ത കേഡറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എങ്ങും എത്തിയിട്ടില്ല, ഇനിയും എങ്ങനെ പഠിക്കണമെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യാം,
നമ്മൾ അടുത്തേക്ക് പോകുന്നുള്ള നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിൽ കൂടെ നിങ്ങളെ പഠിപ്പിച്ച് ഈ വരുന്ന കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കേട്ടറ്റ് കാറ്റഗറി 1-നും കാറ്റഗറി 2-നും കാറ്റഗറി 3-ക്കും നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. എക്സാം വരെയും നമ്മുടെ കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മെന്റർ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പ് ത്രൂ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നല്ലപോലെ പഠിച്ചെന്ത് ചെയ്യാം, അടുത്ത കേട്ടറ്റ് എക്സാം തന്നെ നമുക്ക് ഒരുമിച്ച് നേടിയെടുക്കണം. അപ്പൊ മറന്നു പോവണ്ട, ഗൈഡൻസും കൗൺസിലിംഗ് എന്താണെന്നും EG വില്യംസിനെയും കാൾ റോജേഴ്സിനെയും ആ 2 പേരുകളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചത്. ആ പേരുകളും മറന്നു പോകരുത്. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് പുതിയ ചില ക്വസ്റ്റ്യൻസും പുതിയ ചില കോൺസെപ്റ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടാറ്റാ ബൈ, താങ്ക് യു.